ഓ, ഈ തണുപ്പത്ത് എഴുന്നേറ്റ് വരുന്ന ബുദ്ധിമുട്ട് ഓർക്കുമ്പോ തന്നെ നാട്ടിലോട്ട് തിരിച്ചു പോകാൻ തോന്നും. പിന്നെ അവിടെ ചെന്നിട്ട് വലിയ കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്തേലും ആട്ടെ. നീ ഏതാ? ഇതിനു മുമ്പ് നിന്നെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. തൊലഞ്ഞു. രാവിലെ തന്നെ ഇങ്ങേരുടെ മിന്നലാണല്ലോ. ഗുഡ് മോർണിംഗ് ജോൺ. എന്നെ ഇത്ര പെട്ടെന്ന് മറന്നുപോയോ? ഞാൻ ഇന്നലെ ഒന്ന് ഓർത്ത് നോക്കിക്കേ. ഓ, പിടികിട്ടി. നീ ഇന്നലെ എന്താ വൈകിയത്? രാവിലെ വരാമെന്ന് പറഞ്ഞിട്ട് ഈ വൈകുന്നേരമാണ് വരുന്നത്. അത് നീ കൊണ്ടുവന്നോ? ഇനി അതെന്ത് കുന്തമാണോ? ഉവ്വാലോ, ഞാൻ കൊണ്ടുവന്ന് അവിടെ റൂമിൽ വെച്ചിട്ടുണ്ട്. നീ ഇതെവിടായിരുന്നു? ഹാന്തപറ്റാമായി വാ ഒന്ന്. ഓ, ഈ പരട്ട് കളവൻ എന്നെ പോസ്റ്റ് ആക്കിടി. നീ ഏതാ? ഇവിടെ എന്താ കാര്യം? അവൾ എന്റെ കൂടെ വന്നതാ. അപ്പൊ നീ ആരാ? അതൊക്കെ ഞങ്ങൾ പിന്നെ പറഞ്ഞു തരാം. നീ ഒന്നിങ്ങ് വന്നേ. നിങ്ങൾ എങ്ങോട്ടാ ഓടുന്നത്? കള്ളൻ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. താനാരാ? ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ്ടേ? ഓ, ഞാൻ ലഞ്ച് കഴിക്കാന്ന് ഓർത്ത് വന്നതാ. അത് കുഴപ്പമില്ല, ഇത് കഴിച്ചിട്ട് തിരിച്ചു വന്നിട്ട് അത് കഴിക്കാം. ഇവിടെ ആരും ഇല്ലേ? ഹലോ, എന്തൊക്കെയാണ് രാവിലെ കഴിക്കാൻ വേണ്ടത്? എന്തൊക്കെയുണ്ട് കഴിക്കാൻ? നമ്മുടെ ഫ്ലോട്ടർ വരുന്നുണ്ട്, നേരിട്ട് ചോദിക്കാം. ഗുഡ് മോർണിംഗ് റബേക്ക. വാട്ട് ഈസ് ദ മെനു ഫോർ ദ ബ്രേക്ക്ഫാസ്റ്റ്? ഒരു മണിക്കൂറായി നീ നമ്മൾ ഈ ബെല്ലടിച്ചിട്ട്. ആഴ്ചക്ക് ഇവിടെ എണ്ണിക്കൊടുക്കുന്ന കായ്ക്ക് ഒരു ബലയില്ലേ? സോറി മൂസാക്ക, എല്ലാവരും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്റെ തിരക്കിലാണ്. ആട്ടെ, എന്തിനാണ് നിങ്ങൾ ബെല്ലടിച്ചത്? ആർ യു ഓൾ റൈറ്റ്? നമ്മൾ മൊത്ത ഇടങ്ങേറിലാണ്. ഇന്ന് പുലർച്ച മുതൽ ഈ പണ്ടാരം ബെല്ല അടിക്കണമില്ല, അന്നെ വിളിച്ചിട്ട് കേൾക്കണമില്ല. എന്റെ ദൈവമേ, ഈ വട്ട് കളവനെ കൊണ്ട് ഞാൻ തോറ്റു. ഇയാള് ബെല്ലടിച്ചിട്ടില്ല, ഞാൻ വന്ന്. ശരി, ഇപ്പോൾ തന്നെ ബെല്ല് മാറ്റി വെക്കാൻ ഞാൻ മെയിൻ്റനൻസുകാരോട് പറയാം. എടാ നമുക്ക് എന്നാ പെട്ടെന്ന് എന്താ ചെയ്യേ? അതെ ഇക്ക, ബ്രേക്ക്ഫാസ്റ്റ് തുടങ്ങി. വരൂ, നമുക്ക് ഡൈനിങ് റൂമിലേക്ക് പോയാലോ? അതിന് രാവിലെ എന്താ കഴിക്കാനീ? എന്ത് വേണേലും ഉണ്ടാക്കാം, ഒന്ന് വരാവോ? അപ്പോഴേ ഇനി സുഗുണനും വസുമതിയും വെസ്വിങ്ങിനും തുടങ്ങിക്കോ. അവനെയും സൂപ്പർ നമ്പറിയാണ്, അവനെയും കൂടെ കൂട്ടിക്കോ. ഓക്കേ. എടി വസു, ഇങ്ങോട്ട് വന്നേ. അവനെ ഇച്ചിരി അഹങ്കാരം കൂടുതലാ, ഇട്ട് പണിപ്പിച്ചാൽ കേട്ടോ. വാ, നമുക്ക് പോകാം. ഇനി നിനക്കെന്താ ആനയും അമ്പാരിയും വേണോ? നടക്കങ്ങോട്ട്.
ഓ എന്ത് നല്ല അമ്മച്ചിയല്ലേ, പാവ മേരിയമ്മച്ചി. എന്നാലും ആയ കാലത്തൊക്കെ എങ്ങനെ നടന്നതാ കണ്ടില്ലേ. നമ്മളൊക്കെ ഇങ്ങനെ തന്നെ ആവുമല്ലേ ഉണ്ടാവാ. എന്തൊരു ഗതിയല്ലേ. അതെ, അമ്മച്ചിയുടെ മക്കൾ പുറത്തു വന്ന് നിൽപ്പുണ്ട്. നിങ്ങളുടെ കഴിഞ്ഞോ? എന്റെ ദൈവമേ, നിങ്ങൾ രണ്ടും കൂടെ എന്തായി കാണിച്ചു വെച്ചേക്കുന്നേ? 10-60 പൗണ്ട് കൊടുത്ത് ഇന്നലെ ഹെയർ ഡ്രസ്സിൽ ചെയ്ത അമ്മച്ചിയുടെ തല നിങ്ങൾ എന്തായി കാണിച്ചു വെച്ചിരിക്കുന്നത്? എന്നാ പിന്നെ കവളത്തൊരു കക്കപ്പുള്ളിയും കൂടെ കുത്തത്തില്ലായിരുന്നു നിങ്ങക്ക്. അതായിട്ട് എന്തിനാ കുറിച്ചത്? ഉണ്ടായി കിടക്കുന്ന പിള്ളേരെ ഒരുക്കുന്നത് പോലെയാണോ നിങ്ങൾ ഇവരെ ഒരുക്കി വെച്ചിരിക്കുന്നത്? ഞാൻ ഇനി ആ മക്കളോട് എന്ത് സമാധാനം പറയുവാവോ? എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല. നിങ്ങൾ രണ്ടുപേരും കൂടി പറഞ്ഞാ മതി അങ്ങോട്ട്. Hi Anna, are you alright? Thank you for looking after her. Oh no, didn't she have a haircut yesterday? യെസ്, ബട്ട് ഇന്നിപ്പോ രാവിലെ ഷീ വാസ് കംപ്ലീറ്റ്ലി വെറ്റ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഫുൾ ബോഡി ബാത്ത് കൊടുക്കേണ്ടി വന്നു. സോറി. Oh, that's alright. Thank you. ഓ, എങ്ങനാടി ഇങ്ങനെ തള്ളാൻ പറ്റുന്നേ? സമ്മതിച്ചു. ഒന്ന് വേഗം വാ. അതെ, നമുക്കിനി ആ കപ്പലിന്റെ അടുത്തേക്ക് പോയാലോ? ശരിയാ, ഉദ്ഘാടനത്തിന് മുന്നേ എല്ലാവരെയും റെഡി ആക്കേണ്ടതാ. അവിടേക്ക് ഇപ്പൊ പോയാലേ ഉച്ചക്കെങ്കിലും തിരിച്ചു വരാൻ പറ്റുള്ളൂ. അതെ, എന്റെ കണ്ണാടി എന്തിയെ? നിങ്ങൾ എന്തിനാ സൂക്ഷിച്ചു വെക്കാമെന്ന് പറഞ്ഞു വെച്ചത്? അതെ, എന്റെ കണ്ണാടി കണ്ണാടി നിങ്ങൾ കേൾക്കുന്നുണ്ടോ? നീ എന്താണ് ഈ പിടിപെടുക്കുന്നത്? വല്ലതും പറയാനുണ്ടെങ്കിൽ ഉറക്കെ പറയാൻ വേണേ. എന്റെ പൊന്നു മനുഷ്യൻ, നിങ്ങൾക്ക് ആ കുന്ത്രാനെടുത്തൊന്ന് ചെവിയിലേക്ക് വെച്ചുകൂടെ? എന്തോന്നാ? എന്റെ കണ്ണാടി എന്തിയെന്ന്? നിനക്കെന്തിനാണ് ഇപ്പൊ കപ്പലണ്ടി? പിള്ളേർ വരുമ്പോ വാങ്ങിച്ചോണ്ട് വരാൻ പറയാം. ആ, അമ്മച്ചി എഴുന്നേറ്റോ? എന്തുവാ രാവിലെ തപ്പി നടക്കുന്നേ? അതാ, അതെന്റെ കണ്ണാടി. ഏത്? ഈ കണ്ണാടിയോ? നീ എന്തിനാ എന്റെ കണ്ണാടി എടുത്തോണ്ട് പോയേ? അയ്യോ, ഞാൻ എടുത്തതല്ല അമ്മച്ചി അത്. അമ്മച്ചി അത് തലയിൽ വെച്ച് മറന്നു പോയതാ. പിന്നെ കണ്ണാടി തലയിലല്ല വെക്കുന്നേ. ഒരെണ്ണത്തിനെ വിശ്വസിക്കാൻ പറ്റില്ല. എന്റെ ശിവനെ, നീ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നേ? അതോ, നമ്മുടെ കെയർ ഹോം മലയാളി മാനേജ്മെന്റ് ഏറ്റെടുത്തില്ലേ, അപ്പൊ അതിന്റെ ഉദ്ഘാടന പരിപാടിയാണ് ഇന്ന്. അപ്പച്ചനും അമ്മച്ചിക്ക് റെഡി ആവണ്ടേ? ഇന്ന് ഞാൻ തിരക്കാം. ഉദ്ഘാടനത്തിന് വരാൻ സമയമില്ല. നീ പോയിട്ട് അടുത്ത വെള്ളിയാഴ്ച വാ. നീ ഒന്ന് മാറുന്നേ. അമ്മച്ചി, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ്ടേ? നീ ഏതാണോ കൊച്ചനെ? എന്തെങ്കിലുമൊക്കെ കലക്കി തന്ന് സ്വത്തടിക്കാനുള്ള അടവാണല്ലേ? ഓ, നീ തന്നെ ഡീൽ ചെയ്യ്. അമ്മച്ചി, ചായ കുടിക്കണേ? അമ്മച്ചി, ചായ വേണ്ടേ? ആ, അത് വേണം. നിങ്ങൾക്ക് ചായ വേണ്ടേ? ചായ വേണ്ടേന്ന്. ചാളയോ? എടി, ചാള എനിക്ക് ഇഷ്ടമല്ലെന്ന് നിനക്ക് അറിയത്തില്ലേ? കരിമീനൊന്നുമില്ലേ? മനുഷ്യ ചായ. പായ എന്തിനാ? എനിക്കെന്തിനാ തുറക്കാൻ മേല? ഹോ, ആ മനുഷ്യൻ ആ സാധനം ചെവി വെച്ചിട്ടില്ല. എന്റെ മോളെ ആ കുന്ത്രാന്റെ അടുത്ത് അങ്ങനെ ചെവിയിലേക്കൊന്ന് കുത്ത്. അതൊക്കെ ചെയ്യാം അമ്മച്ചി. ഇങ്ങോട്ടൊന്ന് എണീറ്റേ. അയ്യോ, പരമച്ചെറ്റ നാറി, ഇനി ആർക്ക് വേണം? വലിഞ്ഞേറി വന്നേക്കുന്നങ്ങട്ട് എന്റെ കൺമുമ്പിൽ എങ്ങനെ വന്ന് നീ പെട്ടുപോയാൽ നിന്നെ ഞാൻ തുപ്പു. ഇതാണോടോ സംസ്കാരം? എടാ, നിനക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടോ? നിനക്ക് കലാപരമായിട്ടുള്ള കഴിവുണ്ടോ? നിന്നെ 4 പേര് അറിയുന്നോടാ. അയ്യോ ബാക്കി പറയല്ലേ. ബാക്കി പറയല്ലേ? നീ ആ പുറത്തേക്ക് ഇറങ്ങിക്കേ, ഇത് ഞാൻ സോൾവ് ആയിക്കോളാം. അമ്മച്ചി ഇങ്ങ് വന്നേ.
നമുക്കൊരു സ്ഥലം വരെ പോവാം. അതെ, നീ അപ്പച്ചനെ ഒന്ന് നോക്ക്. അപ്പച്ച കുളിക്കണ്ടേ? ഈ പ്രായത്തിൽ എനിക്കിനി എന്നാ ചെയ്യാനാ മക്കളെ? പണ്ട് ഞാൻ ക്രിക്കറ്റൊക്കെ കളിക്കുമായിരുന്നു. ഇനി അകത്തൊക്കെ ഇരുന്ന് രണ്ടെണ്ണം അടിച്ചുകൊണ്ട് ചീട്ടൊക്കെ കളിച്ചോണ്ടിരിക്കാം. അയ്യോ അതല്ല, കുളിച്ച് റെഡിയാവണ്ടേന്ന്. ഇന്നിവിടെ ഉദ്ഘാടനം നടക്കാൻ പോവാ. ഉത്സവം? എന്തുത്സവം? ഒന്നുമില്ല, അപ്പച്ചൻ ഇങ്ങ് വാ. അല്ല, മൈക്കിളപ്പച്ചൻ എണീറ്റോ? പുള്ളി എഴുന്നേറ്റ് അവിടെ ഗാർഡനിൽ ഇരിപ്പുണ്ട്. എന്താ അല്ലേ, പുള്ളി UK വന്നിട്ട് 10-40 വർഷമായി. കല്യാണവും കഴിച്ചിട്ടില്ല. ആയ കാലത്ത് എല്ലാരെയും സ്നേഹിച്ച് സഹായിച്ച് നടന്ന് ഇപ്പോൾ ആരുമില്ല, ഒറ്റയ്ക്ക്. ഇവിടെയുള്ള മാനേജർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ആൾക്കൊരു പ്രണയം ഉണ്ടായിരുന്നെന്നും ആ പെണ്ണിനെ വീട്ടുകാർ വേറെ കെട്ടിച്ചെന്നും ഒക്കെ. അന്ന് മുതൽ ഈ അപ്പച്ചൻ ഒറ്റയ്ക്ക. ഇവിടെ വന്ന് കുറെ നാൾ എല്ലാവരും ഒക്കെ ആയി ജീവിച്ചെങ്കിലും കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല. ഞാൻ എന്നാ പോയി മൈക്കിളപ്പച്ചനെ വിളിച്ചോണ്ട് വരാം. ഇന്ന് നല്ലൊരു ദിവസമായിട്ട് ഒറ്റയ്ക്ക് ഇരിക്കണ്ടല്ലോ. അതിരിക്കട്ടെ, പുതിയതായി വന്ന ആൾക്ക് എങ്ങനാ, ഇഷ്ടപ്പെട്ടോ? ആ, കുഴപ്പമില്ല. നാട്ടിൽ ഞാൻ സിവിൽ എഞ്ചിനീയർ ആയിരുന്നു. ഓ, അതിലൊന്നും വലിയ കാര്യമില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ തലവരെയും മാറും. ഗുഡ് മോർണിംഗ് മൈക്കിൾ, എന്തുണ്ട് വിശേഷം? മൈക്കിൾ, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? ഇന്ന് നമുക്ക് അടിച്ചു പൊളിക്കണ്ടേ? ഈ അപ്പച്ചനാ ഒന്നും മിണ്ടാതെ? പുള്ളി അങ്ങനാ, ഒന്നും മിണ്ടില്ല. എല്ലാരും സുന്ദരന്മാരും സുന്ദരിമാരുമായല്ലോ. ഇന്നത്തെ പ്രത്യേകത എല്ലാവർക്കും അറിയാവോ? ഇല്ലെങ്കിൽ ഞാൻ പറയാം. ഇന്ന് നമ്മുടെ കെയർ ഹോം പുതിയൊരു മാനേജ്മെന്റ് ഏറ്റെടുത്തു. ഇന്ന് മുതൽ നമുക്ക് നമ്മുടെ നാടൻ ഭക്ഷണം, നമ്മുടെ സ്വന്തം കലാരൂപങ്ങൾ, അങ്ങനെ എല്ലാം കൊണ്ടും നമ്മൾ മലയാളികൾക്ക് മനസ്സ് നിറയ്ക്കുന്ന UK ആദ്യത്തെ മലയാളി കെയർ ഹോം. പ്രായമാകുമ്പോൾ ഇവിടുത്തെ മനുഷ്യരെ പോലെ വായിൽ വെക്കാൻ കൊള്ളാത്ത ഭക്ഷണം കഴിക്കാതെ മലയാളി തനിമയുള്ള ഭക്ഷണം, അങ്ങനെ എല്ലാം ആസ്വദിക്കാം. നീ എന്താ ഇവിടെ കുണുങ്ങിക്കൊണ്ടിരിക്കുന്നേ? ഉദ്ഘാടനത്തിന് മുമ്പേ പ്രസംഗം തുടങ്ങിയോ? അത് ഞങ്ങൾ ചുമ്മാ കൊച്ചുവർത്താനൊക്കെ പറഞ്ഞ്. മതി മതി, മെഡിസിൻ പെട്ടെന്ന് കൊടുത്തു തീർക്കാൻ നോക്ക്. ഓക്കെ ബോസ്. ജോൺ, മരുന്ന് കഴിക്കണ്ടേ? ക്ലാര ഒരു പാട്ട് പാടിയാൽ ഞാൻ കഴിക്കാം. പാടണോ? പാടാവേ? താഴെ വേണോ മുകളിൽ വേണോ? പാടാവേ? മപ മപ മപദനി. പാടാമേ? രാത്രി ശുഭരാത്രി, ഇനി എന്നും ശിവരാത്രി, ജന്മം പുനർജന്മം, ഇവളെന്നും കാമാക്ഷി. ഓ പ്രിയേ, ഓ പ്രിയേ, ഓ പ്രിയേ. അയ്യോ, ഇത് വേണ്ട, ഡാൻസ് മതി, ഡാൻസ്. നിങ്ങൾ എല്ലാരും കൂടി എന്റെ പണി കളയുമോ? Long ago, he was big and strong, in his eyes a flaming glow. Most people look at him with terror and with fear, but to Moscow chicks he was such a lovely dear. He could preach the Bible like a preacher, full of ecstasy and fire. But he also was the kind of teacher women would desire. നിങ്ങൾ എല്ലാവരും കൂടി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇത് പൂട്ടിക്കുമോ? ഓക്കെ ഓക്കെ ഓക്കെ, എന്തായാലും ഉദ്ഘാടനം തുടങ്ങാറായി. എവിടെ നമ്മുടെ റീക്രിയേഷൻ തെറാപ്പിസ്റ്റ്മാര്? അവരും വന്നിട്ടില്ല ഇനി. ഞാനിവിടെ ഉണ്ട്. മൂസാക്ക,
ഈ ആരെയായിരുന്നു നീ? വേണ്ട കിടക്കുന്നു ഏതപ്പ കോതമംഗലം ഇന്നലെ വരെ ഒരുമിച്ചുണ്ടായിരുന്നവരാ. എന്നാണ്ട് നീ ഏതാ? അയ്യോ എന്നെ മറന്നോ? ഞാനല്ലേ നിങ്ങളുടെ റിക്രിയേഷൻ തെറാപ്പിസ്റ്റ്. ഞാൻ മാത്രമല്ല, എന്റെ കൂടെ വേറൊരുത്തനും കൂടെ ഉണ്ട്. പക്ഷെ ഒരു കാര്യത്തിൽ വിളിച്ചാൽ അവനെ കാണത്തില്ല. കുഴി പണിയനാന്നേ. ക്ലാര സിസ്റ്റർ എവിടാ എന്റെ കൂടെയുള്ള റിക്രിയേഷൻ തെറാപ്പിസ്റ്റ്? ഞാനൊന്നും കണ്ടില്ലേ. ഹലോ, ഗുഡ് മോർണിംഗ് എവരിവൺ. ഞാൻ ഓൺ ടൈം ആണല്ലോ. പിന്നെ അരമണിക്കൂർ ലേറ്റ് ആയിരുന്നുള്ളൂ. വന്നല്ലോ തൊപ്പി വെച്ച ഫാസിൽ. എവിടായിരുന്നു? തൊപ്പി മാറ്റിയ പ്രശ്നമാവില്ലേ? ആണ്ട കിടക്കുന്നു. മൂസാക്ക, സന്തോഷായോ? ഞമ്മക്ക് ബിരിയാണി വേണോ? ബിരിയാണിയോ? നമ്മുടെ പുതിയ മലയാളി മാനേജ്മെന്റ് അല്ലേ നഴ്സിംഗ് ഹോം എന്റെ അടുത്ത് ബിരിയാണി, പത്തരി, കല്ലുമ്മേക്കായി എന്നാ വേണമെന്ന് പറഞ്ഞാൽ മതി മൂസാക്ക. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ ഈ ഉദ്ഘാടന ദിവസം തന്നെ, ഇനോഗ്രേഷൻ ഡേയിൽ തന്നെ നമുക്കൊരു പുതിയ റെസിഡന്റും കൂടെ വരുന്നുണ്ട്. അതെ, തീർച്ചയായും നമ്മുടെ ഈ ഒരു സ്നേഹാലയത്തിലേക്ക്, സ്നേഹത്തിന്റെ ഒരു കിളിക്കൂട്ടിലേക്ക് ഞങ്ങൾക്ക് ഇന്നൊരു പുതിയ റെസിഡന്റ് കൂടി വരുവാണ്. അപ്പം തീർച്ചയായും നമുക്ക് നമ്മുടെ പുതിയ റെസിഡന്റിനെ സ്വാഗതം ചെയ്യാം അല്ലേ? ഓക്കെ ഓക്കെ. അപ്പം ചേച്ചി, നമ്മുടെ പുതിയ റെസിഡന്റ് നമ്മൾ വിളിച്ചാലോ? അപ്പം നമ്മള് ഒരുമിച്ച് സ്നേഹത്തോടുകൂടി വിളിക്കുന്നു. ജൂൺ മെർലിൻ ഗോമസ്, please come. Coming with her son Pereira de Cruz Gomez. അപ്പൊ രണ്ടുപേരെയും നമ്മൾ സ്നേഹത്തോടെ നമ്മുടെ സ്നേഹാലയത്തിലോട്ട് നമ്മൾ ക്ഷണിക്കുകയാണ് കേട്ടോ. ഹായ് ജൂൺ, എന്തൊക്കെയുണ്ട് വിശേഷം? എന്ത് പറ്റി ജൂൺ? ആകെ വിഷമത്തിലാണല്ലോ. ടെൻഷൻ ഒന്നും വേണ്ട കേട്ടോ. ഇത് നമ്മളൊരു ഫാമിലി പോലെയാണ്. ഇത് നമ്മുടെ കുടുംബമാണ്. ജൂണിന് ഒരുപാട് പേരുണ്ട് ഇവിടെ സുഹൃത്തുക്കളായിട്ട്. നമുക്ക് ഓരോരുത്തരെ അങ്ങ് പരിചയപ്പെട്ടാലോ? കം ജൂൺ, നമുക്ക് എല്ലാവരും ഒന്ന് പരിചയപ്പെടാം. അമ്മയെ നല്ലോണം നോക്കണം. ഞങ്ങൾ രണ്ടുപേരും ജോലിക്ക് പോകുന്നത് കൊണ്ട് വേണ്ടത്ര ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് ഇവിടെ ആക്കുന്നത്. ഡോണ്ട് വറി. സ്വന്തം വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതായിട്ട് അമ്മയ്ക്ക് തോന്നുകയില്ല. അത് ഞങ്ങളുടെ ഉറപ്പ്. അപ്പം ഇത് നമ്മുടെ ജൂൺ മൈക്കിൾ പരിചയപ്പെട്ടില്ലേ? എല്ലാവരും നമ്മുടെ ഇന്നത്തെ ഉദ്ഘാടന പ്രോഗ്രാം ഒക്കെ കാണാനായിട്ട് റെഡി ആയിരിക്കാന്നറിയാം. നമ്മൾ എല്ലാവരെയും ഇങ്ങോട്ട് ക്ഷണിച്ച് എല്ലാവരും അവിടെ പോയി ഇരുന്ന് കാണേണ്ടതാണ്. വരും. തോമസ് ചായ, ചേച്ചി, അപ്പൊ നമുക്ക് ഇവിടെ മുൻവശത്ത് നമ്മുടെ വസുമതിയും എല്ലാരും ഒന്നൊന്ന് അവിടെ ഒന്ന് സൂക്ഷിച്ചിറങ്ങിക്കൊണ്ട് പോകെ. സുഗുണ, അയ്യോ വീണരുതേ. ഒത്തിരി പേപ്പർ വർക്കാ വീണ് കഴിഞ്ഞാ പിന്നെ. അതുകൊണ്ട് മൂസാക്ക ചതിക്കരുത്. മൂസാക്ക പതുക്കെ ഇറങ്ങിയിരിക്കണേ. വസു, അച്ചാല് നോക്കിയേക്കണേ. ഞാൻ സഹായിക്കണോ? അതെ, നീ കണ്ടോ പുതിയ റെസിഡന്റിനെ കണ്ടപ്പോഴുള്ള മൈക്കിളപ്പച്ചന്റെ ഒരു മാറ്റം? നീയല്ലേ പറഞ്ഞിരുന്നേ മൈക്കിളപ്പച്ചൻ ആരും നോക്കുകയല്ല, മൈൻഡ് ചെയ്യുകയല്ല, ഒറ്റയ്ക്കാണ് പോലും നടത്താന്നൊക്കെ. എന്നിട്ടിപ്പോ കണ്ടില്ലേ? നീ പോടാ, അങ്ങനെയൊന്നും പറയാണ്ടിരിക്കും. ഒരുപാട് പരിപാടികൾ നമുക്കുള്ളതാ. നീ വന്നേ. അതെ, തയ്യയുടെ ചോട്ടിലെ ഇച്ചിരി വളം മേടിച്ചിടാൻ. വളം, തെങ്ങുവളം. തയ്യയുടെ ചോട്ടിലെ
ഇച്ചിരി വളം മേടിച്ചിടാൻ, തെങ്ങുവളം. എന്തോ തരാമെന്ന്? തയ്യയുടെ ചോട്ടി വളം മേടിച്ചിടാൻ. തൈക്ക് കായില്ല, ഇച്ചിരി തെങ്ങുവളം മേടിച്ചിടാൻ. ആ കൊടയോ? കൊടയല്ല, വടി. ഒരു 5 മിനിറ്റ് വൈദ്യുത സൂപ്പർ അടി കാണാം. ഒന്ന് പോയേ, അത് ഇപ്പോഴൊന്നും തീരാൻ പോകുന്നില്ല. ഞാൻ വേഗം കൊണ്ട് റൂമിലിരിക്കാം. അതെ, അമ്മച്ചിക്ക് മാർഗംകളി അറിയോ? ആഹാ, എന്റെ മോളെ, മാർഗംകളിയൊക്കെ ഈ അമ്മച്ചി കുറെ കളിച്ചതാ. ഞാൻ ഇപ്പൊ കളിക്കണോ? അയ്യോ വേണ്ട വേണ്ടേ. ഇഞ്ചി പേരും ജീരകം മഞ്ഞൾ കൊത്താമല്ലി അമ്മിമ്മേലിട്ടിട്ട് നീട്ടിയരച്ചോനെ മാനാഞ്ചിറ നിന്ന് സൈക്കിളെടുത്തിട്ട് വട്ടത്തി ചവിട്ടിയപ്പം നീളത്തിപ്പോയോനെ പണ്ടൊരു മല്ലാക്ക കല്ലായി പാലത്തെ കേറിയിരുന്നീട്ട് നീപ്പെട്ടു നോക്കിയപ്പം ആകാശം കണ്ടാനെ. നമ്മുടെ കാലായിരുന്നു കാലം. എന്തൊക്കെ കലാപരികളായിരുന്നു. ഒരു കുടിലിലെ ആഘോഷം, ഒരു നാടിന്റെ പെരുന്നാളായിരുന്നു. ദേഹമുട്ട്, കോൽക്കളി, ഒപ്പന, മാപ്പിളപ്പാട്ട്, പിന്നെ കോഴിക്കോടൻ ബിരിയാണി, പത്തിരി, ആട്ടാച്ചി, അങ്ങനെ എന്തെല്ലാം. ഒരു ഒപ്പന കണ്ട കാലം പറഞ്ഞിരിക്കണേ. ഒപ്പനയാണോ? അതിപ്പോ ഞാൻ കളിക്കാം. പണ്ടൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ഒപ്പന കളിച്ചിട്ടുണ്ട്. അയ്യോ മതി മതി. റബ്ബേ, നമ്മളിനി എന്തൊക്കെ കാണണം. എന്റെ മൂസാക്ക, പിന്നെ പറ്റി നിങ്ങൾ ഇടപെടാത്ത ഇടങ്ങാറിലാണെന്ന് തോന്നല്ല. ഇത് മൊത്തം ഇടങ്ങാറാണ് മക്കളെ. കൊണ്ട് കൂട്ടിയാ കൂടൂല. നമുക്കൊരു ഒപ്പന കണ്ടേ പറ്റുള്ളൂ. എന്തൊരു കൂത്താണ്. എന്റെ മൂസാക്ക, നിങ്ങൾ കോഴിക്കോട് നിന്നാണെന്ന് നമുക്ക് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം. നമ്മള് നമ്മുടെ കിങ്സ്ലിംഗ് മലയാളി കമ്മ്യൂണിറ്റിയിലെ മൊഞ്ചന്മാരും മൊഞ്ചത്തികളും ചേർന്ന് നമുക്ക് നല്ലൊരു ഒപ്പന സെറ്റ് ആക്കിയിട്ടുണ്ടെന്ന്. നിങ്ങൾ ധൈര്യമായിട്ട് അവിടെ പോയിരിക്കും. നമുക്ക് നമ്മുടെ ഒപ്പനയൊക്കെ കാണാന്ന്. നമുക്ക് ഇപ്പൊ പേർക്ക് സന്തോഷായ ഞാൻ സഹായിക്കണോ? ഇതിന്റെ അപ്പറം നമ്മള് ചാടിക്കടന്നതാണ്. നിങ്ങൾ തന്നെ അങ്ങോട്ട് പോയിക്കോളേ.
മൈക്കിളപ്പത്തിന്റെ റൂമിന്റെ തൊട്ടപ്പുറത്താ. നീ അമ്മച്ചി അങ്ങോട്ട് നാക്കിയേക്കോ. അമ്മച്ചി, നമുക്ക് റൂമിലേക്ക് പോയാലോ? ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. ആ മോളെ, എനിക്കിവിടെ ഒരു പരിചയവും ഇല്ല. അമ്മച്ചി ഒന്നും കൊണ്ടും പേടിക്കണ്ട, എല്ലാം നിങ്ങൾ പറഞ്ഞു തരാം. വിഷമിക്കണ്ട കേട്ടോ. ആ കുട്ടിമാളു, ഇപ്പോഴും ആ പേര് മറന്നിട്ടില്ല അല്ലേ? കുട്ടിമാളുവിന് ഈ കുട്ടിച്ചായനെ മറക്കാൻ പറ്റുമോ? മകനാണോ കൂടെ വന്നത്? അവൻ 2 മക്കളാണ്. അദ്ദേഹം പോയിട്ടിപ്പോ 20 വർഷമായി. മക്കളൊക്കെ ഈ കഴിഞ്ഞ വർഷങ്ങൾ അത്രയും ഒരിക്കലെങ്കിലും നീ എന്നെ ഓർത്തിരുന്നോ? ഒരു വട്ടമെങ്കിലും. ഓർമ്മകൾ മരിക്കാറില്ലല്ലോ, പ്രത്യേകിച്ച് പ്രിയപ്പെട്ടവർ. ആ മൈക്കിളപ്പച്ചൻ ഇവിടെ ഇരിക്കുമായിരുന്നോ? നിങ്ങൾക്ക് മുന്നേ പരിചയമുണ്ടോ? പരിചയമുള്ളവർ മാത്രമേ സംസാരിക്കുകയുള്ളൂ. നമുക്ക് അങ്ങോട്ട് പോയാലോ? അപ്പച്ചൻ വരുന്നില്ലേ? ഞാനിവിടെ കുറച്ചു നേരം ഇരിക്കട്ടെ. ഞാൻ അമ്മച്ചിന്റെ ലോഞ്ചിലേക്ക് പോവാ. മൈക്കിളപ്പച്ചൻ റൂമിൽ ഇരിപ്പുണ്ടോ? ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. അവര് തന്നെ മുന്നേ അറിയാം. ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞിരുന്നതല്ലേ. നമുക്കത് കണ്ടുപിടിക്കണം. ഞാൻ ചോദിക്കട്ടെ? എന്താ മോനെ? അമ്മച്ചിക്ക് മൈക്കിളപ്പച്ചനെ നേരത്തെ അറിയുമോ? അറിയാം, അദ്ദേഹത്തെ എനിക്ക് നേരത്തെ അറിയാം. ആളൊരു പാവമാണല്ലേ. പക്ഷെ അപ്പച്ചൻ ഇവിടെ വന്നപ്പോ മുതൽ എപ്പോഴും ദേഷ്യ. ആരോടും അങ്ങനെയൊന്നും മിണ്ടുകയില്ല. ഇന്നലെ അമ്മച്ചിയോട് മിണ്ടുന്നത് കണ്ടപ്പോ ആള് പണ്ടേ ദേഷ്യക്കാരനാ. അപ്പച്ചൻ ഒരുപാട് സഹായിക്കുമായിരുന്നു. ഇവിടെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായിരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ എന്തായാലും എന്താ, അന്യനാട്ടിൽ ദൈവം ഒറ്റയ്ക്കായില്ലേ? ഒറ്റയ്ക്കോ? അപ്പച്ചൻ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ, ഒറ്റയ്ക്കല്ലേ. പണ്ട് അപ്പച്ചൻ നാട്ടിൽ വെച്ച് ആരുമായിട്ടോ പ്രണയത്തിലായിരുന്നു. പിന്നെ എന്തൊക്കെയോ കാരണത്താൽ അത് നടക്കാതെ പോയെന്നും അതിന്റെയൊക്കെ നൈരാശ്യത്തിൽ അപ്പച്ചൻ ഈ UK വന്നു. പിന്നെ ഇവിടെ ഏകാന്തവാസമായി. ഇപ്പൊ ഇങ്ങനെ ആരോടും അധികം മിണ്ടാറില്ല. ഇതൊക്കെ ഞങ്ങളുടെ മാനേജർ പറഞ്ഞു കേട്ടതാ. അപ്പച്ചന് അറിയില്ലായിരുന്നോ? എനിക്കൊന്ന് ഒറ്റയ്ക്കിരിക്കണം. അതിനെന്നാ, എന്തെങ്കിലും ഉണ്ടെ അമ്മച്ചി ഒന്ന് ബെല്ലടിച്ചാൽ മതി കേട്ടോ. നിന്നോട് ചോദിച്ച് നീ എന്താ ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്നേന്ന്? അതിനെ എവിടെയും ചെവി അടിച്ചു പോയെന്നാ തോന്നുന്നേ. സന്ധ്യ പുണ്യാളാവാ, സന്ധ്യ പുണ്യാളാവാ, വെള്ളക്കുതിരന് ചട്ടുകുട ചട്ടുകുട. സന്ധ്യ പുണ്യാളാവാ, സന്ധ്യ പുണ്യാളാവാ,
സന്ധ്യ പുണ്യാളവ സന്ധ്യ പുണ്യ വെള്ളക്കുതിര ചട്ടുകുട ചട്ടുകുട സന്ധ്യ പുണ്യാളവ. എന്താ ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്നേ? ഒന്നുമില്ല. കുട്ടിച്ചേൻ എന്താ ഒറ്റയ്ക്കായി പോയത്? നീ പോയപ്പോഴേ ഞാൻ ഒറ്റയ്ക്കായതല്ലേ. ഞാൻ മനഃപൂർവ്വം അല്ലല്ലോ. നീ ഓർക്കുന്നുണ്ടോ നമ്മുടെ പഴയ കാലം? ആ അമ്പലക്കുളവും പച്ച വിരിച്ച പാടങ്ങളും എന്ത് രസമായിരുന്നല്ലേ. ആ അമ്പൽപ്പൂക്കൾ. നമുക്കൊന്ന് നടന്നാലോ? അതിനെന്താ, വാ. ഞങ്ങൾ അമ്മയെ തിരിച്ചു കൊണ്ടുപോയിക്കോട്ടെ. മനസ്സിന് ആകെ ഒരു ബുദ്ധിമുട്ട്. അയ്യോ, അതെന്ത് പറ്റി? അമ്മയുടെ ഹാപ്പി അല്ലേ? അതുകൊണ്ടല്ല, ഞങ്ങൾക്ക് അമ്മയെ വിട്ടു നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ അമ്മയായിട്ടൊന്നുകൂടി സംസാരിക്കും. ഞാൻ ഇപ്പൊ വരാം. അമ്മേ. മോനെ, നീ എന്താ ഇവിടെ? നീ പോയില്ലായിരുന്നോ? അമ്മേ, അമ്മ ഇവിടെ നിർത്തിയിട്ട് പോവാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. നമുക്ക് തിരിച്ചു പോയേക്കാം. അത് വേണ്ട മോനെ. എനിക്കറിയാലോ നിങ്ങളുടെ തിരക്ക്. അവിടെയാണെങ്കിലും ഞാൻ ഒറ്റയ്ക്കിരിക്കണ്ടേ? ഇവിടെയാണെങ്കിൽ മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കാലോ. എന്തായി തീരുമാനം? അമ്മ എന്ത് പറഞ്ഞു? അമ്മ ഇവിടെ ഹാപ്പി ആണത്രേ. ഞാൻ പറഞ്ഞില്ലേ, അമ്മ ഇവിടെ ഹാപ്പി ആയിരിക്കും. അമ്മയുടെ സന്തോഷം അതാണെങ്കിൽ അത് നടക്കട്ടെ. ഞങ്ങൾ പോവുക. ഒന്നും കൊണ്ട് പേടിക്കണ്ട നിങ്ങൾ. ഞങ്ങൾ അമ്മയെ പൊന്നുപോലെ നോക്കിക്കോളാം. ഒരിക്കൽ നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടിയപ്പോൾ അത് വീണ്ടും നഷ്ടപ്പെടുത്താൻ എനിക്ക് തോന്നുന്നില്ല.
ഓ